ഫ്രണ്ട്സ്, സ്പൈജിയൻ എന്ന കമ്പനിയുടെ ആദ്യത്തെ ഓവർ ഇയർ ഹെഡ്ഫോണായ SA-HP-P10 എന്ന മോഡലാണ് ഇത്. ഇവരുടെ TWSകൾ മുമ്പ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഓവർ ദ ഇയർ ആദ്യമായിട്ടാണ്. സ്പൈജിയൻ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു കൊറിയൻ കമ്പനിയാണെങ്കിലും ഇത് മെയ്ഡ് ഇൻ ചൈന എന്നാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2024 ഒക്ടോബറിലാണ് ഇത് ആദ്യമായി പുറത്തിറങ്ങിയത്. ബോക്സ് തുറന്നു കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു പ്രൊട്ടക്ഷൻ ബോക്സ് കാണും. പ്രൊട്ടക്ഷൻ ബോക്സ് പോലെ തന്നെ ഹെഡ്ഫോണിൻ്റെയും ഫിനിഷിങ് അടിപൊളിയാണ്. ഒരു പ്രീമിയം ഫീൽ തന്നെ നമുക്ക് ഇതിൽ ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു AUX കേബിളും അതുപോലെ തന്നെ ഒരു USB to Type-C കേബിളും ലഭ്യമാവുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഫിനിഷിങ് തന്നെയാണ്. ഫിനിഷിങ് വളരെ എക്സലൻ്റ് ആൻഡ് പ്രീമിയമാണ്. ഒരു 5.5 നമുക്ക് ഇതിന് റേറ്റിംഗ് നൽകാൻ പറ്റും. അതുപോലെ തന്നെ സൗണ്ട് ക്വാളിറ്റിയും മികച്ചതാണ്, വളരെ മികച്ചത് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ കംഫർട്ട് നല്ല കംഫർട്ടാണ്, അതായത് അൾട്രാ സോഫ്റ്റ് കുഷനാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ കംഫർട്ടബിൾ ഫീൽ ചെയ്യും. പിന്നെ ഓവർ ദ ഇയർ ഹെഡ്ഫോൺ വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ഹീറ്റ്, അത് പിന്നെ എല്ലാത്തിലും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ബാറ്ററി കപ്പാസിറ്റി വളരെ എക്സലൻ്റ് ബാറ്ററി കപ്പാസിറ്റിയാണ്. ഇതിൽ കുറച്ച് നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിരുന്നത് ഒരു ആവറേജ് തന്നെയുള്ളൂ. കാരണം നമുക്ക് പൂർണ്ണമായും ചുറ്റുമുള്ള സൗണ്ടുകളെ അടച്ചിടാൻ പറ്റില്ല. അപ്പോൾ ഒരു പരിധിവരെ കുഴപ്പമില്ല, ഒരു തിരക്കിടില്ല എന്നുള്ള ഒരു NC ഉള്ളൂ. പിന്നെ കോളിങ് കുഴപ്പമില്ല, അതായത് ഒരു മിഡ് റേഞ്ച് എന്ന് പറയാം. വളരെ എക്സലൻ്റ് അല്ല, എന്നാൽ വളരെ മോശമല്ലാത്തൊരു ക്വാളിറ്റിയാണ് കോളിൽ ഉള്ളത്. പിന്നെ നമ്മൾ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ബഡ്ജറ്റ്ലി നോക്കുമ്പോൾ ഇത് ഒരു നല്ല ചോയ്സ് തന്നെയാണ്. ബെറ്റർ പെർഫോമൻസ്, അതുപോലെ തന്നെ ഫിനിഷിങ് ക്വാളിറ്റി, കംഫർട്ട്, സൗണ്ട് ക്വാളിറ്റി, അങ്ങനെ ഒരു ബഡ്ജറ്റ്ലി നോക്കുമ്പോൾ ഇത് ബെസ്റ്റ് തന്നെയാണ്. സർവീസ് സെൻറ്ററുകളെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഇവരുടെ വെബ്സൈറ്റിൽ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല. ചില കമ്പനികളിൽ അവരുടെ പ്രോപ്പറായിട്ടുള്ള സർവീസ് സെൻറ്ററുകൾ കാണിച്ചിട്ടുണ്ട്, ഇതിലെങ്ങനെയെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല.